ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു IAS Hub UPSC ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു പ്രോഗ്രാം തുടങ്ങുകയാണ്. കോർ ക്രോണിക്കിൾ എന്നാണ് ആ ഒരു പ്രോഗ്രാമിന്റെ പേര്. ആ ഒരു പർട്ടിക്കുലർ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് UPSCയിലെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള കോൺസെപ്റ്റ്സ്. ഈ കോൺസെപ്റ്റ്സ് എല്ലാ സബ്ജക്റ്റിന്റെയും ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്സുകൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കോർ ക്രോണിക്കിൾ എന്ന് പറയുന്ന ആ ഒരു വീഡിയോയിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എൽ നിനോ ആൻഡ് ലാനിന എന്ന ടോപ്പിക്കാണ്. മൈസെൽഫ് റിനോ മറിയം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എൽ നിനോ ആൻഡ് ലാനിന. നമുക്ക് എല്ലാവർക്കും അറിയാം, ജിയോഗ്രഫിയിലെ കുറച്ച് ഫിനോമിനാസ് എല്ലാവർക്കും തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. അതിൽ പലതും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിനോമിനയാണ് എൽ നിനോ ആൻഡ് ലാനിന. ഈ എൽ നിനോയും ലാനിനായും എപ്പോഴും നമ്മുടെ ന്യൂസ് പേപ്പറുകളിൽ ന്യൂസ് ആയിട്ടും വരാറുണ്ട്. എന്താണ് എൽ നിനോ ആൻഡ് ലാനിന? എങ്ങനെയാണ് ഈ എൽ നിനോ ആൻഡ് ലാനിന ഇന്ത്യൻ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വേൾഡ് ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. അപ്പോൾ എന്താണ് എൽ നിനോ? എൽ നിനോ എന്ന വേർഡ് ഒരു സ്പാനിഷ് വേർഡാണ്. ഈ സ്പാനിഷ് വേർഡിന്റെ അർത്ഥം തന്നെ ലിറ്റിൽ ബോയ് എന്നാണ്. എൽ നിനോ എന്ന വേർഡ് ഒരു സ്പാനിഷ് വേർഡാണ്. അതിന്റെ അർത്ഥം തന്നെ ലിറ്റിൽ ബോയ് എന്ന് ആണ്. എന്തുകൊണ്ടാണ് ഈ പദത്തിന് ലിറ്റിൽ ബോയ് എന്ന് പേര് വരുന്നത്? കാരണം ഈ ഒരു ഫിനോമിന സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ മാസത്തിലാണ്. അപ്പോൾ ഏകദേശം ക്രിസ്മസിനോട് അടുത്താണ് ഈ ഒരു ഫിനോമിന ഉണ്ടാകുന്നത്. അപ്പൊ ഇൻഫന്റ് ജീസസ് എന്ന അർത്ഥത്തിലാണ് ഇവർ ലിറ്റിൽ ബോയ് എന്ന് ഈ ഒരു പ്രതിഭാസത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി എവിടെയാണ് എൽ നിനോ എന്ന പ്രോസസ്സ് സംഭവിക്കുന്നത്? എൽ നിനോ എന്ന പ്രോസസ്സ് സംഭവിക്കുന്നത് പസഫിക് ഓഷ്യനിലാണ്. ഓക്കെ, പസഫിക് ഓഷ്യനിലാണ് എൽ നിനോ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് നോക്കി വെച്ചേക്കുക. പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യനിലല്ല, പസഫിക് ഓഷ്യനിലാണ് എൽ നിനോ നടക്കുന്നത്. ഇനി എൽ നിനോ എന്ന പ്രതിഭാസത്തിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? എത്ര കാലയളവിലോട്ട് ഈ എൽ നിനോ എന്ന പ്രോസസ്സ് നിൽക്കും? ഇത് ലാസ്റ്റ് ചെയ്യുന്നത് അറൌണ്ട് 9 to 12 മന്ത്സ് ആണ്. ഈ 9 to 12 മന്ത്സ് എന്ന് പറയുന്നത് ഒരു ഏകദേശ അളവാണ്. ജനറലി ഇറ്റ് ഹാപ്പൻസ് ഫോർ 9 to 12 മന്ത്സ്. പക്ഷെ ചില സമയങ്ങളിൽ ഇത് ഫ്യൂ വീക്സ് അല്ലെങ്കിൽ ഫ്യൂ മന്ത്സ് അല്ലെങ്കിൽ ഇയേഴ്സ് വരെ നീളാറുണ്ട്. ഇനി യൂഷ്വലി ഇറ്റ് ഒക്വേഴ്സ് എവറി 2 to 4 ഇയേഴ്സ്. സാധാരണയായി ഇത് സംഭവിക്കുന്നത് 2 to 7 വരെയുള്ള 2 to 7 ഇയേഴ്സിന് ഇടയിലാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ എവറി 3 or 4 ഇയേഴ്സിൽ എൽ നിനോ ആൻഡ് ലാനിന സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവറി 3 or 4 ഇയേഴ്സിൽ ഈ ഒരു ഫിനോമിന നടന്നതായിട്ട് കാണാം. 1950ക്ക് ശേഷം ഇതിന്റെ ഫ്രീക്വൻസി കൂടി വരികയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. എൽ നിനോ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബോയ്, അതൊരു സ്പാനിഷ് വേർഡ് ആണ്. പസഫിക് ഓഷ്യനിലാണ് ഈ ഒരു ഫിനോമിന രൂപപ്പെടുന്നത്. ഇതിന്റെ ഡ്യൂറേഷൻ കൃത്യമായി പറയാൻ പറ്റില്ല, ബട്ട് ജനറലി ഇറ്റ് ലാസ്റ്റ് ഫോർ 9 to 12 മന്ത്സ്. ബട്ട് ചില ടൈമിൽ ഫ്യൂ വീക്സ് വരെ നിൽക്കാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു അത് എത്ര ഫ്രീക്വന്റ്ലി ഒക്യൂർ ചെയ്യും അത് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോ എവറി 3 to 4 ഇയേഴ്സിൽ വരും, ചിലപ്പോൾ 2 to 7 ഇയേഴ്സിന് ഇടയിൽ എപ്പോഴെങ്കിലും വരാം. അപ്പോൾ ആദ്യം നമുക്ക് എൽ നിനോ സംഭവിക്കുന്ന ആ ഒരു പസഫിക് ഓഷ്യന്റെ പിക്ചർ നോക്കാം. ഓക്കെ, അപ്പോൾ പസഫിക് ഓഷ്യന്റെ പിക്ചറിലോട്ട് നമുക്ക് ഒന്ന് പോവാം. ഇതാണ് പസഫിക് ഓഷ്യൻ. എല്ലാവർക്കും അറിയാം പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യനിലാണ് എൽ നിനോ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പസഫിക് ഓഷ്യനിലെ ഓഷ്യൻ കറണ്ടുകളെ കുറിച്ചും അതുപോലെ തന്നെ പസഫിക് ഓഷ്യനിലെ ഭാഗത്ത്, അതായത് ഇക്വേറ്റർ റീജിയനിൽ ഉണ്ടാവുന്ന പ്ലാനറ്ററി വിൻഡിനെ കുറിച്ചും നിങ്ങൾ അവെയർ ആയിരിക്കണം. അപ്പോൾ അത് ഞാൻ ആദ്യം നിങ്ങളോട് ഡിസ്കസ് ചെയ്യുകയാണ്. നോർമൽ സിറ്റുവേഷൻ. നോർമൽ സിറ്റുവേഷൻ ആണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൽ നിനോ അല്ല, നോർമൽ സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം നോർമൽ സിറ്റുവേഷൻ കാണാം. നോർമൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻ. ഓക്കെ, നോർമൽ കണ്ടീഷനിൽ പസഫിക് ഓഷ്യനിൽ എങ്ങനെയാണ് ഓഷ്യൻ കറന്റ്സ് മൂവ് ചെയ്യുന്നത്? നോർമൽ സിറ്റുവേഷനിൽ പസഫിക് ഓഷ്യനിൽ
പെറുവിന്റെ കോസ്റ്റിലൂടെ കടന്നു പോകുന്നത് കോൾഡ് ഓഷ്യൻ കറണ്ട് ആണ്. പെറൂവിയൻ കോസ്റ്റിലൂടെ, അതായത് നമ്മുടെ സൗത്ത് അമേരിക്കയുടെ കോസ്റ്റിലൂടെ മൂവ് ചെയ്യുന്നത് എന്ത് കറണ്ടാ? കോൾഡ് കറണ്ട് ആണ്. അതേസമയം ഓസ്ട്രേലിയയുടെ ഈസ്റ്റേൺ സൈഡിലൂടെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട്, അത് വാം കറണ്ട് ആണ്. ഓക്കെ, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് വാം കറണ്ട് ആണ്. ഓക്കെ, ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് വാം കറണ്ട് ആണ്. അതേസമയം നമ്മുടെ പെറൂവിയൻ കറണ്ട് എന്ന് പറയുന്നത് കോൾഡ് കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. പെറുവിന്റെ സൈഡിൽ കോൾഡ് കറണ്ട്, നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്: പെറൂവിയൻ കറണ്ട് ഇസ് എ കോൾഡ് കറണ്ട് ആൻഡ് ഈസ്റ്റ് ഓസ്ട്രേലിയൻ കറണ്ട് ഇസ് എ വാം കറണ്ട്. ഇത് നിങ്ങൾ ഓഷ്യൻ കറണ്ട്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് പസഫിക് ഓഷ്യൻ ആണെങ്കിൽ പസഫിക് ഓഷ്യന്റെ ഈസ്റ്റേൺ സൈഡ് ആണ് ഈ സൈഡ്, പസഫിക് ഓഷ്യന്റെ വെസ്റ്റേൺ സൈഡ് ആണ് ഈ സൈഡ്. അപ്പൊ ഇത് പസഫിക് ഓഷ്യന്റെ വെസ്റ്റും ഇത് പസഫിക് ഓഷ്യന്റെ ഈസ്റ്റും ആണ്. നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, പസഫിക് ഓഷ്യന്റെ വെസ്റ്റില് ചൂട് കൂടുതലാണ്. കാരണം എന്താണ്? ഇവിടെ ഓസ്ട്രേലിയയുടെ സൈഡിൽ കൂടെ പോകുന്ന കറണ്ട് വാം കറണ്ട് ആണ്. അപ്പൊ ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. എന്നാൽ അതേസമയം പെറുവിന്റെ സൈഡിലൂടെ പോകുന്ന കറണ്ട് കോൾഡ് കറണ്ട് ആണ്. ഇത് കോൾഡ് കറണ്ട് ആണെങ്കിൽ ഈസ്റ്റേൺ പസഫിക് ഓഷ്യന്റെ അവിടെ ടെമ്പറേച്ചർ കുറവാണ്. സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയുക എന്ന് പറഞ്ഞാൽ പ്രഷറിൽ എന്ത് മാറ്റമായിരിക്കും വരിക? ഇഫ് ടെമ്പറേച്ചർ ഡിക്രീസസ് പ്രഷർ ഇൻക്രീസസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലായിരിക്കും, ഇവിടെ ഹൈ പ്രഷർ ആയിരിക്കും. ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ ഹൈ പ്രഷർ അനുഭവപ്പെടും. അതേസമയം വെസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് ലോ പ്രഷർ അനുഭവപ്പെടും. ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ്സ് ആണ് വിൻഡ്. എന്താണ് വിൻഡ് എന്ന് പറയുന്നത്? വിൻഡ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടുള്ള എയർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റിനെയാണ് വിൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ ഹൈ പ്രഷറും വെസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ ലോ പ്രഷറും ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ട്രേഡ് വിൻഡുകൾ സഞ്ചരിക്കുന്നത് ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ നിന്ന് വെസ്റ്റേൺ പസഫിക് ഓഷ്യനിലോട്ടായിരിക്കും. അപ്പൊ നോർമലി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മുടെ ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ നിന്ന് വെസ്റ്റേൺ പസഫിക് ഓഷ്യനിലോട്ട് വിൻഡ് അടിച്ചുകൊണ്ടിരിക്കും. ഈ വിൻഡ് അടിക്കുന്നതിനനുസരിച്ച് ഓഷ്യൻ സർഫസിന് മുകളിൽ നിൽക്കുന്ന വാട്ടർ മോളിക്യൂൾസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഹ്യൂമിഡിറ്റി. ഓക്കെ, ആ ഓഷ്യന്റെ സർഫസിൽ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും. കാരണം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഓഷ്യന്റെ മുകളിൽ നിന്ന് വാട്ടർ ഇവാപറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഇവാപറേറ്റ് ചെയ്യപ്പെടുന്ന വാട്ടർ ഈ വിൻഡിന്റെ കൂടെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? വെസ്റ്റേൺ പസഫിക് ഓഷ്യനിലോട്ട് മൂവ് ചെയ്യും, അല്ലെ? ഇത് വെസ്റ്റേൺ പസഫിക് ഓഷ്യനിലോട്ട് മൂവ് ചെയ്യുമ്പോ ഇവിടെ ആക്ച്വലി ഈ ഒരു വിൻഡ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ വരെ എത്താൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഇത് നമ്മുടെ ആഫ്രിക്ക ആണ് എന്ന് വിചാരിക്കുക. ഇത് ആഫ്രിക്കയുടെ ഇവിടെ നിന്ന്, ഓക്കെ, ഇവിടെ നിന്ന് ഇന്ത്യ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഇന്തോനേഷ്യൻ ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ വിൻഡ് ഇന്ത്യൻ ഓഷ്യൻ വരെ എത്തുന്നുണ്ട്. ഓക്കെ, ഈ ഐലൻഡ്സിനെയൊക്കെ ക്രോസ് ചെയ്ത് ഒരു പരിധി വരെ ഇത് ഇവിടെ വരെ എത്തുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നോർമൽ സിറ്റുവേഷനിൽ പസഫിക് ഓഷ്യനിൽ നിന്ന് വരുന്ന വാട്ടർ വേപ്പർ അത് ഈ വിൻഡ് വഴി ഇന്ത്യൻ ഓഷ്യൻ വരെ എത്തും. അത് ഇന്ത്യയെ അടക്കമുള്ള സ്ഥലങ്ങളിൽ പെയ്യുന്ന മൺസൂണൽ റെയിൻഫോളിനെ സഹായിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മൺസൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മൺസൂൺ എന്ന് പറഞ്ഞാൽ ഓഷ്യനിൽ നിന്ന് ലാൻഡിലോട്ട് അടിക്കുന്ന ലാർജ് സ്കെയിൽ സീ ബ്രീസ് ആണ്, അല്ലെ? അപ്പൊ മൺസൂണിൽ മഴ ലഭിക്കുന്നതിന് ഒരു പരിധി വരെ ഇവര് സഹായകമാകുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി എൽ നിനോ എന്താണ്? ഓക്കെ, അപ്പോ നമുക്ക് എൽ നിനോ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, എൽ നിനോനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. നോർമൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ എൽ നിനോ എന്താണ് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. എൽ നിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കോൾഡ് പെറൂവിയൻ കറണ്ട് വാം പെറൂവിയൻ കറണ്ട് ആവുന്ന അവസ്ഥയെയാണ് എൽ നിനോ എന്ന് പറയുക. എൽ നിനോ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇത്രേ ഉള്ളൂ. എന്താണ് എൽ നിനോ എന്ന് പറഞ്ഞാൽ? കോൾഡ് പെറൂവിയൻ കറണ്ട് വാം പെറൂവിയൻ കറണ്ട് ആവുന്ന അവസ്ഥയാണ് എൽ നിനോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞല്ലോ പെറൂവിയൻ കറണ്ട്
കോൾഡ് കറണ്ട് ആണ്. ഈ പെറൂവിയൻ കറണ്ടിന് വേറൊരു പേരുണ്ട്, ഹംബോൾട്ട് കറണ്ട്. പെറൂവിയൻ കറണ്ട് തന്നെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഹംബോൾട്ട് കറണ്ട്. അത് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ഹംബോൾട്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ പെറൂവിയൻ കറണ്ട് കോൾഡ് കറണ്ട് ആയി എന്ന് പറഞ്ഞു. പെറൂവിയൻ കറണ്ട് വാം കറണ്ട് ആയി എന്ന് പറഞ്ഞു. പെറൂവിയൻ കറണ്ട് വാം കറണ്ട് ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയല്ല മൂവ്മെന്റ് നടക്കുക. ഇവിടെ എന്ത് സംഭവിക്കും? ഇത് വാം പെറൂവിയൻ കറണ്ട് ആയി മാറും. ഇവിടെ ഇത് വാം പെറൂവിയൻ കറണ്ട് ആയി മാറി എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ വാം പെറൂവിയൻ കറണ്ട് ആയി മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഇവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇവിടെ ടെമ്പറേച്ചർ കൂടും. ഇവിടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായി മാറും? ഇവിടെ ലോ പ്രഷർ ആയി മാറും. അപ്പോ പെറൂവിയൻ കറണ്ട് വാം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അവിടെ ലോ പ്രഷർ ആയി മാറും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലോട്ടാണ് വിൻഡ് മൂവ് ചെയ്യുക. അപ്പോ വിൻഡിന്റെ ഡയറക്ഷൻ, മുൻപ് വിൻഡിന്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരുന്നു അല്ലെ? മുൻപ് നമ്മൾ വരച്ചതില് വിൻഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരുന്നു, കാരണം ഇവിടെ ഹൈ പ്രഷർ ആയിരുന്നു. പക്ഷെ ഇവിടെ അത് എന്തായി മാറിയൊക്കെയാണ്? ഇവിടെ ലോ പ്രഷർ ആയി മാറിയൊക്കെയാണ്. ലോ പ്രഷർ ആയി മാറുമ്പോൾ സ്വാഭാവികമായും, അതായത് ഈസ്റ്റേൺ പസഫിക് ഓഷ്യൻ ഇവിടെ ലോ പ്രഷർ ആയി മാറി. ഈസ്റ്റേൺ പസഫിക് ഓഷ്യൻ ഇവിടെ ലോ പ്രഷർ ആയി, കാരണം പെറൂവിയൻ കറണ്ട് വാം കറണ്ട് ആയി. അപ്പൊ വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ എന്തായി മാറും? വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ കമ്പയറിംഗ് ടു ഈസ്റ്റേൺ പസഫിക് ഓഷ്യൻ എന്തായി മാറും? ഹൈ പ്രഷർ ആയി മാറും. കമ്പയറിംഗ് ടു ഈസ്റ്റേൺ പസഫിക് ഓഷ്യൻ, വെസ്റ്റേൺ പസഫിക് ഓഷ്യനില് ടെമ്പറേച്ചർ കുറവായിരിക്കും. അങ്ങനെ ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ഇവിടെ എന്തായി മാറും? ഇവിടെ ഹൈ പ്രഷർ ആയി മാറും. അപ്പോ നമ്മൾ പറഞ്ഞ ആ ട്രേഡ് വിൻഡിന്റെ ഡയറക്ഷനിൽ മാറ്റം വരും. അവിടെ എന്ത് സംഭവിക്കും? ആ വിൻഡ് ഇവിടെ നിന്ന് വെസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ നിന്ന് ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വെസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ നിന്ന് ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിലോട്ടാണ് വിൻഡ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഓഷ്യൻ വരെ എത്തിയ ആ വാട്ടർ വേപ്പർ അവിടെ വരെ എത്തില്ല. സ്വാഭാവികമായും ഇന്ത്യയിലെ മൺസൂണിനെ അത് എഫക്ട് ചെയ്യും. ഇന്ത്യയിലെ മൺസൂണിലെ റെയിൻഫോൾ കുറയാൻ അത് കാരണമാവും. അപ്പോ എൽ നിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് പെറൂവിയൻ കറണ്ട് വാം പെറൂവിയൻ കറണ്ട് ആയി മാറുന്ന അവസ്ഥയാണ്. പിന്നെ കോൾഡ് പെറൂവിയൻ കറണ്ട് വാം പെറൂവിയൻ കറണ്ട് ആയി മാറിയാൽ ഈസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ ഉണ്ടായിരുന്ന ഹൈ പ്രഷർ ലോ പ്രഷർ ഏരിയ ആയി മാറും. ഇത് വിൻഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും. വിൻഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടത്ര വാട്ടർ മോളിക്യൂൾസ് ഇന്ത്യൻ ഓഷ്യനിലോട്ടോ വെസ്റ്റേൺ പസഫിക് ഓഷ്യനിലോട്ടോ എത്തില്ല. അപ്പൊ ഇന്ത്യയിലെ മൺസൂണിന് അത് ഡെഫിസിറ്റിന് കാരണമാവും, അല്ലെങ്കിൽ ഇന്ത്യയിലെ മൺസൂണിന്റെ അളവ് കുറയുന്നതിന് കാരണമാവും. ഇതാണ് എൽ നിനോ എന്ന പ്രതിഭാസം. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, എൽ നിനോന്റെ എഫക്ട്സ് എന്താണ്? എൽ നിനോ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. എൽ നിനോന്റെ എഫക്റ്റ് എന്താണ്? എൽ നിനോന്റെ എഫക്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിൽ എന്ത് സംഭവിക്കും? ഇന്ത്യൻ ഓഷ്യനില് ഇന്ത്യൻ ഓഷ്യനില് മഴയുടെ അളവ് കുറയും. അപ്പോ മൺസൂൺ ഡെഫിസിറ്റ് അനുഭവപ്പെടും എന്ന് നമ്മൾ പറഞ്ഞു. അതായത് സിവിയർ ഡ്രൗട്ട് കണ്ടീഷൻസ് അനുഭവപ്പെടും. എവിടെയൊക്കെയാണ് ഈ സിവിയർ ഡ്രൗട്ട് കണ്ടീഷൻസ് അനുഭവപ്പെടുക? സിവിയർ ഡ്രൗട്ട് കണ്ടീഷൻസ് അനുഭവപ്പെടുക ഇന്ത്യയിൽ മാത്രമല്ല, അതായത് വെസ്റ്റേൺ പസഫിക് ഓഷ്യന്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ, ഓസ്ട്രേലിയ വെസ്റ്റിലാണ്, ഇന്തോനേഷ്യ, അതുപോലെ തന്നെ ഇന്ത്യ, ഈവൻ സൗത്ത് ആഫ്രിക്ക വരെ എന്ത് അനുഭവപ്പെടും? ഡ്രൗട്ട് അനുഭവപ്പെടും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എങ്ങനെയാണ് ഇത്രയും സ്ഥലങ്ങൾക്ക് ഡ്രൗട്ട് അനുഭവപ്പെടുക? നിങ്ങൾ ഈ ഒരു ഫിഗർ എടുത്തു നോക്കിക്കേ. ഈ ഒരു ഫിഗർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വിൻഡ് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ അടിക്കുന്നത്. സാധാരണഗതിയിൽ വിൻഡ് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ കിടക്കുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ, ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയ. ഇനി ഇവിടെയാണ് ഇന്ത്യ വരിക, ഇന്ത്യയുടെ തൊട്ടിപ്പുറത്താണ് ആഫ്രിക്ക വരിക. അപ്പോ ആഫ്രിക്ക, ഇന്ത്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ഇത്രയും സ്ഥലങ്ങളിലോട്ടാണ് ഇവിടെ വിൻഡ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളുടെയും മഴയെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നോർമലി നടക്കുന്ന
വിൻഡിന്റെ മൂവ്മെന്റ്. പക്ഷെ എൽനിനോ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ഫിഗർ ഉണ്ടോ, എൽനിനോ സംഭവിക്കുമ്പോൾ ഈ വിൻഡിന്റെ പാറ്റേൺ തിരിയും. വിൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ടാ പോകുന്നത്. സ്വാഭാവികമായും ഈ സൈഡിൽ മൊത്തത്തില് ഡ്രൗട്ട് അനുഭവപ്പെടും. കാരണം ഇങ്ങോട്ടേക്ക് വേണ്ടത്ര വാട്ടർ വേപ്പർ എത്തുന്നില്ല. അപ്പൊ ഇവിടെ ഡ്രൗട്ട് അനുഭവപ്പെടും. പക്ഷേ അതേസമയം വിൻഡ് മൊത്തം പോകുന്നത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി പസഫിക് ഓഷനിലോട്ടാ. ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി പസഫിക് ഓഷനിലോട്ടാണ് വിൻഡ് പോകുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്ത്, അതായത് കാലിഫോർണിയ, മെക്സിക്കോ, ഇക്വഡോർ, പെറു. ഓക്കെ, കാലിഫോർണിയ, മെക്സിക്കോ, ഇക്വഡോർ, പെറു പോലെയുള്ള സ്ഥലങ്ങളിൽ എക്സസ് റെയിൻഫോള് അനുഭവപ്പെടും. ഓക്കെ, അപ്പൊ വെസ്റ്റേൺ പസഫിക് സൈഡിലായിട്ടാണെങ്കിൽ എന്തനുഭവപ്പെടും? ഡ്രൗട്ട് അനുഭവപ്പെടും. എന്നാൽ ഈസ്റ്റേൺ പസഫിക് സൈഡിലാണെങ്കിൽ എക്സസീവ് റെയിൻഫോള് അനുഭവപ്പെടും. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, സാധാരണഗതിയിൽ പെറുവിന്റെ സൈഡിലൂടെ കടന്നു പോകുന്നത് കോൾഡ് കറണ്ട് ആണ് എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ പെറുവിന്റെ സൈഡിലൂടെ കടന്നു പോകുന്നത് കോൾഡ് കറണ്ട് ആണ്. ഈ കോൾഡ് കറണ്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ മറൈൻ അപ്വെല്ലിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്താണ് മറൈൻ അപ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ? മറൈൻ അപ്വെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ കാറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നതിനനുസരിച്ച് ഓക്കെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഷ്യൻ വാട്ടറും ഈ സൈഡിലോട്ട് പൈലപ്പ് ചെയ്യപ്പെടും. കാരണം വിൻഡ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഓഷ്യന്റെ സർഫസിലുള്ള ചൂടുവെള്ളം മൊത്തം ഈ സൈഡിലോട്ട് മൂവ് ചെയ്യും. ഈ ഓഷ്യന്റെ സർഫസിലെ ചൂടുവെള്ളം, ഹോട്ട് വാട്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കോൾഡ് വാട്ടർ താഴേന്ന് കയറി വന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് മറൈൻ അപ്വെല്ലിംഗ് എന്ന് പറയാം. ഈ കോൾഡ് വാട്ടർ സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് മുകളിലോട്ട് കയറി വരുമ്പോൾ അതിൻ്റെ ഒപ്പം വേണ്ടത്ര ന്യൂട്രിയൻസ് മുകളിലോട്ട് എത്തിപ്പെടും. ഈ ന്യൂട്രിയൻസ് അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ പ്ലാങ്ക്ടൺസിന്റെ ഗ്രോത്ത് കൂടും. പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫിഷിന്റെ ഫുഡാണ്. ഇതൊരു തരം ആൽഗയാണ് പ്ലാങ്ക്ടൺസ്. പ്ലാങ്ക്ടൺസിന്റെ എണ്ണം അവിടെ കൂടും. പ്ലാങ്ക്ടൺസിന്റെ എണ്ണം കൂടിക്കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഫിഷിന്റെ എണ്ണം കൂടും. കാരണം പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത് ഫിഷിന്റെ ഫുഡാണ്. അപ്പൊ ഫിഷിന്റെ എണ്ണം സ്വാഭാവികമായിട്ടും കൂടും. അപ്പൊ നോർമൽ അവസ്ഥയിൽ ഇവിടെ പെറൂവിയൻ കറണ്ട് മൂവ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ മറൈൻ അപ്വെല്ലിംഗ് നടക്കുമ്പോൾ അവിടെ ഫിഷ് ഷോള് കൂടുതലാണ്. ഫിഷ് ക്യാച്ചിങ് നന്നായി നടക്കും, ഫിഷ് ക്യാച്ചിങ്. പക്ഷെ എന്താ സംഭവിക്കുക? എൽനിനോന്റെ സമയത്ത് ഈ പെറൂവിയൻ കറണ്ട് വാം കറണ്ടായി മാറുകയാണ്. പെറൂവിയൻ കറണ്ട് വാം കറണ്ടായി മാറുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മറൈൻ അപ്വെല്ലിംഗ് നടക്കില്ല. കാരണം ഉള്ള ഹോട്ട് വാട്ടർ മൊത്തം അങ്ങോട്ടേക്ക് പൈലപ്പ് ചെയ്യപ്പെടുക. ഹോട്ട് വാട്ടർ മൊത്തം അങ്ങോട്ടേക്ക് പൈലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴേന്ന് വരുന്ന വാട്ടർ വരില്ല. അങ്ങനെ താഴേന്ന് വാട്ടർ വരാതിരുന്നു കഴിഞ്ഞാൽ അവിടെ മറൈൻ അപ്വെല്ലിംഗ് ഉണ്ടാവില്ല. സ്വാഭാവികമായും അത് ഫിഷിന്റെ എണ്ണം കുറയ്ക്കും. ഫിഷിന്റെ എണ്ണം കുറയ്ക്കുന്നത് മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള മറൈൻ ഓർഗാനിസത്തിന്റെ ലൈഫിനെയും അത് ബാധിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് ദ വാർമർ വാട്ടർ ഹാഡ് എ ഡീവാസ്റ്റേറ്റിംഗ് എഫക്ട് ഓൺ മറൈൻ ലൈഫ്. അതുപോലെ തന്നെ ഫിഷ് ക്യാച്ചസ് ഓഫ് ദ കോസ്റ്റ് ഓഫ് സൗത്ത് അമേരിക്ക വെയർ ലോവർ ദാൻ ദി നോർമൽ. ഓക്കെ, അപ്പൊ 4 എഫക്റ്റ് ആണ് എൽനിനോക്കുള്ളത്. ഒന്നാമത്തെ എഫക്റ്റ് 4 സ്ഥലങ്ങളിൽ ഡ്രൗട്ട് അനുഭവപ്പെടും. എവിടെയൊക്കെയാണ് ഡ്രൗട്ട് അനുഭവപ്പെടുന്നതായിട്ട് നമ്മൾ പറഞ്ഞത്? ഒന്ന് ഇന്ത്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക. എന്നാൽ എക്സസീവ് റെയിൻഫോൾ അനുഭവപ്പെടും. എവിടെയാണ് എക്സസീവ് റെയിൻഫോൾ അനുഭവപ്പെടുന്നത്? കാലിഫോർണിയ, മെക്സിക്കോ, പെറു, ഇക്വഡോർ റീജിയനിൽ എക്സസീവ് റെയിൻഫോൾ അനുഭവപ്പെടും. ഫിഷിന്റെ ഷോള് കുറയുകയും ചെയ്യും. അതുപോലെ മറൈൻ ലൈഫിനെ നെഗറ്റീവ്ലി ബാധിക്കും. ഇതാണ് എൽനിനോ എന്ന പ്രോസസ്സ്. ഇനി നമ്മൾ എൽനിനോ ഡിഫൈൻ ചെയ്തു. എൽനിനയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ലാനിന. എന്താണ് ലാനിന എന്ന പദത്തിന്റെ അർത്ഥം? ഞാൻ നിങ്ങളോട് പറഞ്ഞു എൽനിനോയുടെ ഓപ്പോസിറ്റ് ആണ് ലാനിന. അങ്ങനെയെങ്കിൽ എൽനിനോ എന്ന വേർഡിന്റെ അർത്ഥം ലിറ്റിൽ ബോയ് എന്നാണ്. അങ്ങനെയെങ്കിൽ ലാനിനയുടെ അർത്ഥം എന്തായിരിക്കും? ലിറ്റിൽ ഗേൾ. ലിറ്റിൽ ഗേൾ എന്നാണ് ആ സ്പാനിഷ് പദത്തിന്റെ അർത്ഥം. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞല്ലോ നോർമൽ സിറ്റുവേഷനിൽ പെറൂവിയൻ കറണ്ട് കോൾഡ് കറണ്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. നോർമൽ സിറ്റുവേഷനിൽ പെറൂവിയൻ കറണ്ട് കോൾഡ് കറണ്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ കോൾഡ് കറണ്ട് സ്ട്രോങ് കോൾഡ് കറണ്ടായി മാറും. ലാനിനയുടെ സമയത്ത് ഈ കോൾഡ് കറണ്ട് സ്ട്രോങ് കോൾഡ് കറണ്ടായി മാറും. അൺയൂഷ്വലി കോൾഡ് ആയി മാറും. അൺയൂഷ്വലി കോൾഡ് ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഹൈ പ്രഷർ വളരെയധികം കൂടും.
പ്രഷർ നല്ല രീതിയിൽ കൂടും. യൂഷ്വലി ഉള്ള ഹൈ പ്രഷറിനേക്കാളും പ്രഷർ കൂടുതലായിരിക്കും. എന്നാൽ അതേസമയം ഓസ്ട്രേലിയയുടെ കോസ്റ്റിൽ എങ്ങനെയാണ്? ഓസ്ട്രേലിയയുടെ കോസ്റ്റിൽ നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുതലാണ് അല്ലെ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രഷർ എന്ത് ചെയ്യുക എന്നാണ് അർത്ഥം? പ്രഷർ കുറയുക എന്നാണ് അർത്ഥം. അവിടെ ലോ പ്രഷർ ആണ്. അവിടെ ലോ പ്രഷർ ആണെങ്കിൽ ഇവിടെ സ്ട്രോങ് ഹൈ പ്രഷർ ആണ്, ഇവിടെ ലോ പ്രഷർ ആണ്. അപ്പൊ സ്ട്രോങ് ഹൈ പ്രഷർ ആണെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന വിൻഡിന് എന്ത് കൂടും? സ്ട്രെങ്ത് കൂടും. അതായത് സ്ട്രോങ് വിൻസ് ആയിരിക്കും ഈ സൈഡിലോട്ട് അടിക്കുക. ലാനിന വരുന്ന സമയത്ത് സ്ട്രോങ് വിൻസ് ആയിരിക്കും വെസ്റ്റേൺ പസഫിക് ഓഷനിലോട്ട് അടിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേ, സ്ട്രോങ് ആയിട്ട് വിൻഡ് അടിക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ വാട്ടർ വേപ്പർ ഇവിടെ എത്തും. അപ്പൊ സ്വാഭാവികമായും ഈ സൈഡിൽ എന്ത് സംഭവിക്കും? എക്സസീവ് റെയിൻഫോള് അനുഭവപ്പെടും. എക്സസീവ് റെയിൻഫോൾ എവിടെയൊക്കെയാണ് എക്സസീവ് റെയിൻഫോൾ ഉണ്ടാവുന്നത്? ഈ സൈഡിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ആഫ്രിക്ക. ഇത്രയും സ്ഥലങ്ങളിൽ എക്സസീവ് റെയിൻഫോളിന് കാരണമാവും ഫ്ലഡ് പോലെയുള്ള കണ്ടീഷൻസ് അവിടെ ഉണ്ടാവും. അതേസമയം നമ്മുടെ ഈസ്റ്റേൺ പസഫിക് സൈഡിൽ, അതായത് കാലിഫോർണിയ, മെക്സിക്കോ, ഇക്വഡോർ, പെറു പോലെയുള്ള സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും? അവിടെ ഡ്രൗട്ട് അനുഭവപ്പെടും, അല്ലെങ്കിൽ ലോ റെയിൻഫോള് അനുഭവപ്പെടും. ലോ റെയിൻഫോള് അനുഭവപ്പെടും. അപ്പൊ എന്താണോ എൽനിനോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ലാനിന. അപ്പൊ എൽനിനോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, പെറൂവിയൻ കറണ്ട്. ശരിക്കും പെറൂവിയൻ കറണ്ട് കോൾ കറണ്ട് ആണ്. അത് വാം കറണ്ടായി മാറുന്ന പ്രക്രിയയാണ് എൽനിനോ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ചിലപ്പോൾ നിങ്ങളോട് എൻസോ എന്നായിരിക്കും ചോദിക്കുക. എൻസോ എന്ന് പറഞ്ഞാലും സെയിം ഫിനോമിന തന്നെയാണ്. എൻസോ എന്ന വേർഡിന്റെ ഫുൾ ഫോം ഇതാണ്, എൽനിനോ പ്ലസ് സദേൺ ഓസിലേഷൻ. എൽനിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പെറൂവിയൻ കറണ്ട് കോൾഡ് മാറി വാം ആവുന്നതിനെയാണ് എൽനിനോ എന്ന് പറയുക. അതിനനുസരിച്ച് നമ്മൾ ഇവിടെ പ്രഷർ ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. ആ പ്രഷർ ഡിഫറൻസും വിൻഡിന്റെ പാറ്റേണിലും വരുന്ന ചേഞ്ചിനെയുമാണ് സദേൺ ഓസിലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ എന്താണോ വിവരിച്ചത് അത് തന്നെയാണ് എൻസോ എന്ന് പറയുന്നത്. എൽനിനോ പ്ലസ് സദേൺ ഓസിലേഷൻ. സദേൺ ഓസിലേഷൻ മീൻസ് പ്രഷർ ചേഞ്ചസ് ആൻഡ് ചേഞ്ചസ് ഇൻ ദി വിൻഡ് പാറ്റേൺ. ഓക്കെ, അപ്പോ ഈ ഒരു എൽനിനോ ലാനിന എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ എല്ലാ സബ്ജക്ട്സിലെയും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള ടോപ്പിക്കുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് തോന്നുന്ന ടോപ്പിക്കുകളോ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. ഹാവ് എ നൈസ് ഡേ.